നമസ്കാരം. എസ്കേ ഫ്രം സിറ്റി സ്മോക്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങായി. ചെറിയൊരു യാത്ര പോയി. കുഞ്ഞൊരു ഡാം ഉണ്ട് അവിടെ, അതൊന്ന് കാണണം. നമ്മളുടെ വീടിന്റെ ഏറ്റവും അടുത്തുള്ള ഡാം ചിലപ്പോൾ ഇതായിരിക്കും. അവിടെ നിന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വരാം. അതാണ് പ്ലാൻ. മായന്നൂര് ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതാ ഇപ്പൊ മായന്നൂർ കാവ് സ്റ്റോപ്പ് എത്തി. ഇതിനെ ഇങ്ങനെ പോവാണ്. കുറച്ചു ദൂരം പോയി കഴിഞ്ഞാൽ കൊണ്ടാഴിന്ന് നമ്മളെ തിരിഞ്ഞ് പഴയന്നൂർക്ക് പോവും. അവിടെയാണ് ഇന്നത്തെ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ, ചീരക്കുഴി ഡാം. മായന്നൂക്കാവുന്ന നമ്മൾ നേരെ പോയ അടുത്ത പ്രധാനപ്പെട്ട ജംഗ്ഷൻ പാറമേൽപ്പടിയാണ്. ഇവിടെയാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തുള്ളത്. അവിടെ നിന്ന് നമ്മൾ കൊണ്ടാഴി എത്തിയിട്ട് കൊണ്ടാഴിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോയാലാണ് പഴയന്നൂർക്ക് എത്താൻ പറ്റുക. പഴയന്നൂർ നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്താണ്. പഴയന്നൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ ഭഗവതി ക്ഷേത്രമാണ്. കോഴിയമ്പലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ നേരെ മുന്നോട്ട് പോയിട്ട് കുറച്ചു ദൂരം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തിരുവില്ലാമല റോട്ടിൽ കൂടെ നമുക്ക് എത്തിച്ചേരേണ്ട ചീരക്കുഴി ഡാമിലെത്താം. ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടോ. എന്നിട്ട് അവിടുത്തെ ചീരക്കുഴി പാലത്തിന്റെ അവിടെ വണ്ടി നിർത്തി അവിടുത്തെ കാഴ്ചകൾ കൂടി കണ്ടിട്ടാണ് ചീരക്കുഴി ഡാമിലേക്ക് പോയത്. ചീരക്കുഴി റെഗുലേറ്റർ 1 കിലോമീറ്റർ ഇതിനെ ഉള്ളിലേക്ക്. ഈ കാണുന്നത് ചീരക്കുഴി ഡാം. ഭാരതപ്പുഴയുടെ ഒരു പോഷക നദിയാണ് ഗായത്രിപ്പുഴ. അപ്പൊ ഇതാണ് ഗായത്രിപ്പുഴ. ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ തടയണ, ഒരു ചെക്ക് ഡാം എന്നൊക്കെ പറയാം. അതിന് കുറച്ചുകൂടി വലുത് അതാണ് ചീരക്കുഴി ഡാം. ശരിക്കും ജലസേചനത്തിന് വേണ്ടിയിട്ട്, കുടിവെള്ളത്തിനും കൃഷി ആവശ്യത്തിനുമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ ഡാം ഉണ്ടാക്കിയിട്ടുള്ളത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല അതിന് തൊട്ടടുത്തുള്ള നമ്മുടെ കൊണ്ടാഴി പോലെ തൊട്ടടുത്ത എല്ലാ പഞ്ചായത്തുകൾക്കും ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നത് ഈ ഒരു ഡാമിൽ നിന്നാണ്. നമ്മളുടെ വീടിന്റെ തൊട്ട് പിന്നിലുള്ള കനാലുണ്ട്. ആ കനാല് ഇവിടെ നിന്നുള്ള വെള്ളം വരുന്ന കനാലാണ്. നമുക്ക് ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ കാണാം ഈ കനാല് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ കുറെ പഞ്ചായത്തുകൾക്ക് ജലസേചനത്തിനായിട്ട് അത്യാവശ്യം വേണ്ട ഒരു കാര്യമായിരുന്നു ഈ ഒരു ഡാം. പക്ഷെ കഴിഞ്ഞ 2 കൊല്ലം മുന്നേ കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു വലിയ ഫ്ലഡില് ഈ ഡാമിന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഷട്ടറുകളൊക്കെ അങ്ങ് അപ്പാട് തകർന്നു പോയി, ഫുൾ കുത്തിയൊലിച്ചു പോയി. ഇവിടെയൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളായി. പക്ഷെ ഇന്നൊക്കെ ഇപ്പൊ ഈ ഷട്ടറുകളൊക്കെ വീണ്ടും നേരെയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കി വന്നിട്ടുള്ള കുറെ കാര്യങ്ങള്, പല പാലങ്ങള്, റോഡിന്റെ ഭാഗം ഒക്കെ, ആ ഒരു കനാലിന്റെ ഭാഗം, അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള കേടുപാടുകൾ ഇന്നും മുഴുവനായിട്ടും തീർത്തിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മളിപ്പോ പരിചയപ്പെട്ട നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരെന്നെ പറയണത്, അവര് അഭിപ്രായപ്പെടുന്നുണ്ട്, വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്ന് കാണുന്നുണ്ട്. അത്ര ഇപ്പോഴും ഇവിടെ വന്ന് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറെ സഞ്ചാരികളൊക്കെ ഉണ്ട് തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. അപ്പൊ ഇവിടെ ഒന്നുകൂടി നേരെയാക്കി ആളുകൾക്ക് വരാൻ പാകത്തിന് ഒരു നല്ല സ്ഥലമാക്കിയത് മാറ്റണമെന്ന് ഇവിടുത്തെ നാട്ടുകാരും നമ്മളോട് അഭിപ്രായപ്പെട്ടു. ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. യൂട്യൂബിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. എന്താ വ്ളോഗിന്റെ പേരെന്താ? തന്നെയാണ് എന്റെ പേര്. ഈ ഒരു ഭാഗം കണ്ടില്ല, ഇതൊക്കെ ആ ഒരു ഫ്ലഡില് തകർന്ന ഭാഗങ്ങളാണ്. ഇതിനുള്ളൊരു പാലല്ല,
ഈ ഒരു തൽക്കാലം ഒരു ആസ്പെക്ട് ഷീറ്റ് ഇട്ടിട്ട് അവര് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതൊക്കെ ഡേഞ്ചറസ് ആണ്. അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഒരുപാട് പേർക്ക് വീഴാൻ സാധ്യത ഉള്ളൊരു സ്ഥലമാണ്. ചെറിയ ഇളക്കൊക്കെ ഉണ്ട് ഇനി നടക്കുമ്പോഴേ. ശരിക്കൊരു മഴക്കാലമാണ്. മഴക്കാലമായിട്ട് പോലും നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഡാം കാണാൻ പറ്റി. മഴയൊന്നും ഇന്ന് പെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല സുഖമായി കാണാം. എല്ലാ ഷട്ടറും തുറന്നിട്ടുകൊണ്ട് നല്ല അടിപൊളി വെള്ളം കുത്തി ഒഴുകുന്നത് കാണാം. പിന്നെ നല്ല രസമായിട്ട് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ. നല്ല രസമുണ്ട് ഈ ഡാമിൽ. ഇവിടേക്ക് വരാനാണെങ്കിലും അടുത്ത് തന്നെയാണ്. ഒറ്റപ്പാലത്തു നിന്നും മായന്നൂരിൽ നിന്നും ഒക്കെ അടുത്ത്. പഴയന്നൂർ എത്തിയാൽ മതി. പഴയന്നൂരിൽ നിന്ന് തൊട്ടടുത്താണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ ദിവസത്തെ യാത്ര സക്സസ് ആയി. അതെ, നമ്മൾ ചീരക്കുഴി ഡാം കണ്ടു. നല്ല രസമായിട്ട് കണ്ടു. ഇതിന് മുന്നേ പണ്ടൊരു ദിവസം വന്നിട്ടുണ്ട്, 1-2 പ്രാവശ്യം ഇവിടെ നമ്മൾ കല്യാണം കഴിഞ്ഞ ഉടനെ പിന്നെ ഇപ്പോഴാണ് ആദ്യമേ വരണത് ഇവിടേക്ക്. അത് ഈ ഷട്ടറൊക്കെ നേരിയതിന് ശേഷം കേട്ടോ. എന്തായാലും നന്നായി. നിങ്ങളെല്ലാവരും കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇതുപോലത്തെ നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഇനിയും യാത്ര പോവാം. നമ്മുടെ ഒപ്പം തന്നെ നിങ്ങളും പോരൂ. അതാണ് രസം. അപ്പൊ ഇനി അടുത്ത വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരെയ്ക്കും ബൈ. ദൂരെ കാണാല്ലേ പാലം. നമ്മൾ അതേനെയാണ് അപ്പൊ വന്നത്. ചീരക്കുഴി പാലം. അപ്പൊ ഇതാ വഴിയിൽ ഞങ്ങളുടെ എന്റെ ചങ്ക് ബ്രോനെ കണ്ടിരിക്കുന്നു. അതിന്റെ നാടാണിത് അല്ലേ? അതിന്റെ വീടിന്റെ തൊട്ട് അടുത്താണ് നമുക്ക് പറയാം ഡാം. അപ്പൊ ഞങ്ങളുടെ വഴിയിൽ കിട്ടതാ പരിപാടിയില് എനിക്ക് വരാൻ പറ്റിയത് ഒരുപാട് ഞങ്ങൾ എമ്മയുടെ ഒപ്പമായിരുന്നു പഠിക്കുന്നത്. ഞാൻ ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എസ്കേപ്പ് ഫ്രം സിറ്റി സ്മോക്സ്. പ്രൊമോഷൻ നാരങ്ങ വെള്ളം മേടിച്ചു തരാം ഉറപ്പായിട്ടും. പരസ്യമൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അനിലിനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം.